നമസ്കാരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ ചിത്രം പുറത്തുവിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് പേജിലൂടെയാണ് നിക്കോളാസ് മഡൂറോയുടെ ചിത്രം അദ്ദേഹം പുറത്തുവിട്ടത്. യുദ്ധക്കപ്പലിനുള്ളിൽ നിൽക്കുന്ന മഡൂറോയുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണ് കറുത്ത മാസ്ക് ഉപയോഗിച്ച് മൂടിയ നിലയിലാണ്. കയ്യിൽ വിലങ്ങും അണിയിച്ചിട്ടുണ്ട്. ഒരു സാധാരണ ട്രാക്ക് സ്യൂട്ട് ധരിച്ചാണ് അദ്ദേഹം ചിത്രങ്ങളിലുള്ളത്. പിടികൂടപ്പെട്ട ശേഷം മഡൂറോയെ വിമാനത്തിൽ കയറ്റുന്നതും അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കാവലിൽ ഇരിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിലുള്ള ട്രാക്ക് സ്യൂട്ട് ധരിച്ച മഡൂറോയുടെ മുഖത്ത് നിരാശ പ്രകടമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലാണെന്ന് മഡൂറോയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതേസമയം ഇരുവരെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യത്തിന്റെ ഭരണം അനിശ്ചിതകാലത്തേക്ക് US ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സുരക്ഷിതവും നീതിയുക്തവുമായ ഒരു ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ വെനസ്വേലയെ US ഭരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ പണമുണ്ടാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിലെ മാറിലാഗോ കൺട്രി ക്ലബ്ബിൽ ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. സുരക്ഷിതവും ശരിയായതും നീതിയുക്തവുമായ ഒരു മാറ്റം സാധ്യമാകുന്നതുവരെ ഞങ്ങൾ രാജ്യം ഭരിക്കും. മറ്റൊരാൾ അധികാരത്തിൽ വന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾക്കുണ്ടായ അതേ സാഹചര്യം വീണ്ടും ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. മഡൂറോയുടെ ഭാര്യയ്ക്കെതിരെയും കുറ്റം ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല. ഇന്ന് പുലർച്ചെ കാരക്കസിൽ വെച്ചാണ് US ആർമിയുടെ എലൈറ്റ് ഡെൽറ്റ ഫോഴ്സ് യൂണിറ്റ് മഡൂറോയും ഭാര്യയും ഉറക്കത്തിൽ അറസ്റ്റ് ചെയ്തത്. ആവശ്യമെങ്കിൽ വെനസ്വേലയെ വീണ്ടും ആക്രമിക്കുമെന്ന വെല്ലുവിളിയും ട്രംപ് ഇതിനിടയിൽ നടത്തി. ഓപ്പറേഷനിൽ പങ്കെടുത്ത സൈനികരെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു. വെനസ്വേലയിൽ ആർക്ക് വേണമെങ്കിലും മഡൂറോയുടെ ഗതി വരാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇനിയൊരു ആക്രമണം വേണ്ടിവരില്ലെന്നാണ് വിലയിരുത്തലെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിലോ മറ്റേതെങ്കിലും അതീവ സുരക്ഷാ ജയിലിലോ ആയിരിക്കും അദ്ദേഹത്തെ പാർപ്പിക്കുക. മഡൂറോയെ കൂടാതെ വെനസ്വേലൻ ജനതയോടുള്ള വലിയൊരു നീതിയാണ് ഈ അറസ്റ്റ് എന്നാണ് അമേരിക്കൻ ഭരണകൂടം അവകാശപ്പെടുന്നത്. പുറത്തു പോകാൻ മഡൂറോ വിസമ്മതിച്ചതിനാലാണ് US സൈനിക നടപടി വേണ്ടി വന്നതെന്ന് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ പറഞ്ഞു. മഡൂറോയും ഭാര്യയും പിടികൂടിയ ദൗത്യത്തെ മികച്ച ഓപ്പറേഷൻ എന്നാണ് ട്രംപ് പ്രശംസിച്ചത്. മഡൂറോയും ഭാര്യയും പിടികൂടി നാട് കടത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ സൈന്യം കരീബിയൻ മേഖലയിലേക്ക് വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നു. ബോഗോട്ടയിലെ അമേരിക്കൻ എംബസി വെനസ്വേലയിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2019 മുതൽ കാരക്കസിലെ അമേരിക്കൻ എംബസിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. വെനസ്വേലയിലെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ടെലിവിഷനിൽ നടത്തിയ പ്രസംഗത്തിൽ മഡൂറോയും ഭാര്യയും നിലവിൽ എവിടെയുണ്ടെന്ന് അറിയില്ലെന്നായിരുന്നു വ്യക്തമാക്കിയത്. മഡൂറോ ജീവനോടെ ഉണ്ടെന്നതിന് തെളിവ് നൽകണമെന്നും അവർ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. നടപടിയിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഡൂറോയെ ന്യൂയോർക്കിലെ മാൻഹട്ടനിലാകും വിചാരണ ചെയ്യുകയെന്നാണ് വിവരം. നാർക്കോ ടെററിസം, മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ ഗൗരവതരമായ കുറ്റങ്ങളാണ് മഡൂറോയ്ക്കും സംഘത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കാൻ മഡൂറോ ഗൂഢാലോചന നടത്തിയെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി വ്യക്തമാക്കി. 2020 മുതൽ മഡൂറോയെ പിടികൂടാൻ അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2025 ഓഗസ്റ്റിൽ ട്രംപ് ഇത് $50 ദശലക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ സൈന്യത്തിന് കാര്യമായ പ്രതിരോധം നേരിടേണ്ടി വന്നില്ലെങ്കിലും കാരക്കസിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. തലസ്ഥാനമായ കാരക്കസിലെ 3 അടക്കം വെനസ്വേലയിലെ 5 കേന്ദ്രങ്ങളിൽ സൈന്യം റെയ്ഡ് നടത്തിയിരുന്നു. CNN റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഓപ്പറേഷനിൽ ആൾഭയമൊന്നും ഉണ്ടായിട്ടില്ല. നിരപരാധികൾ കൊല്ലപ്പെട്ടുവെന്ന് വെനസ്വേലൻ അധികൃതർ ആരോപിക്കുമ്പോൾ സൈനിക നടപടിയിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് അമേരിക്കൻ വാദം.